ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും മാരേജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. സിയ ആണെങ്കിൽ ഓഡിയോ റൂമിലേക്ക് പോയി ഓരോ ഡ്രസ്സായിട്ട് ട്രൈ ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ 2-3 ഡ്രസ്സ് ട്രൈ ചെയ്തതിന് ശേഷം അവസാനം ഒരു ഡ്രസ്സ് ഫൈനലൈസ് ചെയ്യും. എന്തായാലും നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നീ ഇട്ടു, ഞാൻ എന്തായാലും ഈ ടൈ കെട്ടട്ടെ എന്ന് പറഞ്ഞ് ഒരു ടൈ എടുത്ത് ഞാനത് കെട്ടാനായിട്ട് പോകും. അപ്പൊ തന്നെ സിയ പിടിച്ചു വാങ്ങിയിട്ട് ഇനി മുതല് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാനാണ് ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞ് റൊമാൻറ്റിക് ആയിട്ട് യാനിന്റെ അടുത്തേക്ക് വരും. ഇപ്പൊ എന്തോ സംഭവിക്കും എന്നുള്ള രീതിയിൽ യാനും അവളെ അപ്രോച്ച് ചെയ്യും. എന്തായാലും ഇപ്പൊ വേണ്ട, നമുക്ക് ആദ്യം പോയിട്ട് മാരേജ് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി നേരെ പോയി ഫോട്ടോയൊക്കെ എടുത്ത് ഇവരുടെ ഒരു രീതിയിൽ മാരേജ് ഒക്കെ ചെയ്യും. പിന്നെ എന്താണ്, രണ്ടുപേരുടെയും റൊമാൻസ് ആണ്. അങ്ങനെ ഭയങ്കരമായിട്ട് റൊമാൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് അങ്കിളിന്റെ അടുത്ത് നിന്നും സിയക്ക് കോള് വരുന്നത്. സിയ, എത്രയും പെട്ടെന്ന് എന്നെ കാണാനായിട്ട് ഓഫീസിലേക്ക് വരണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ടാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിയക്ക് പേടിയാകും. ഇനി സിയാനെങ്ങാനും ഹീറോന്റെ കാര്യം അങ്കിളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ് പുള്ളിക്കാരി ഓടിക്കതച്ച് ഓഫീസിലേക്ക് എത്തുന്നത്. ഉടനെ തന്നെ അങ്കിളും, ഞാൻ നിനക്ക് ഫാൻഡി എന്ന് പേരുള്ള വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ സിഇഒയുടെ അടുത്ത് സംസാരിക്കാനായിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും നീ തന്നെ നേരിട്ട് പോയി ആ സിഇഒനെ കാണ്. എന്നിട്ട് നിന്റെ ബിസിനസിനെ കുറിച്ച് അയാളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും എഗ്രിമെന്റ് സൈൻ ചെയ്തു കൊണ്ടുവാ. ഈ ഒരു പ്രപ്പോസൽ നിനക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാമല്ലോ, എന്തായാലും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയും. എന്തായാലും ഹീറോന്റെ കാര്യം സിയാൻ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോ കുറച്ച് ആശ്വാസമൊക്കെ വരും. എന്തായാലും ഓക്കെ അങ്കിൾ, ഞാനത് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തോളാന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരും. ആ ടൈമിന് സിയാന്റെ മാനേജർ ഓടി വന്നിട്ട് സിയയുടെ കയ്യിൽ ഒരു എഗ്രിമെന്റ് പേപ്പർ കൊടുക്കും. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സിയയുടെയും യാനിന്റെയും ഇടയിലുള്ള ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാൻ, അതായത് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇത് കാണുമ്പോൾ സിയക്ക് ഒരുപാട് ദേഷ്യം കയറും. അങ്ങനെ തന്നെ സിയാന് കോള് ചെയ്യും. എന്താ നീ എന്നെ വിളിച്ചത്? എന്തായാലും നിന്റെ കയ്യിൽ ആ എഗ്രിമെന്റ് പേപ്പർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് അറിയാം, എത്രയും പെട്ടെന്ന് അതിൽ സൈൻ ചെയ്യും. അതിനുശേഷം യാനിന്റെയും സൈൻ വാങ്ങ്. എന്നിട്ട് ആ പേപ്പർ എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരണം. നിങ്ങളുടെ ഇടയിൽ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിന്റെ അങ്കിളിന്റെ അടുത്ത് പറയൂന്നറിയും. ഇത് കേൾക്കുമ്പോൾ സിയ ഒരുപാട് പേടിക്കും. അങ്ങനെ തന്നെ യാനിന് കോള് ചെയ്യും. ഒരുപാട് തവണ കോള് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ കോൾ എടുക്കുന്നില്ല. അങ്ങനെ ടെൻഷനായിട്ടിരിക്കും. പക്ഷെ യാനാണെങ്കിൽ ഓൾറെഡി ഹീറോയിന്റെ അങ്കിളുമായിട്ട് ബിസിനസിന്റെ എന്തോ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ കോൾ എടുക്കാണ്ടാവുമ്പോ നേരെ ഫാക്ടറി എന്നുള്ള കമ്പനിയുടെ സിഇഒനെ കാണാനായിട്ട് പോകും. അതായത് നമ്മുടെ ഹീറോയാണ് ഈ ഫാക്ടറി എന്നുള്ള കമ്പനിയുടെ സിഇഒ. അത് ഇതുവരേക്കും നമ്മുടെ സിയാക്ക് അറിയാനേ പാടില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലേഡി പുറത്തേക്ക് ഇറങ്ങി വരും. സോറി മാഡം, ഞങ്ങളുടെ സാറ് ആരെയോ മീറ്റ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോയേക്കുവാണ്, ഇതുവരെയായിട്ടും തിരിച്ചു വന്നില്ല, എപ്പോ വരുമെന്നും അറിയില്ല. സാറ് വരുമ്പോ ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഞങ്ങൾക്കൊരു പ്രോബ്ലവും ഇല്ല എന്ന് പറയും. ഓൾറെഡി സിയക്ക് യാനിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ യാനിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള പേടിയിൽ എന്തായാലും കുഴപ്പമില്ല, ഞാൻ പിന്നീട് വരാന്നും പറഞ്ഞ് യാനിനെ കാണാനായിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലും. അവിടെയാണെങ്കിലോ യാനും അങ്കിളും ഇരുന്ന് എന്തോ സംസാരിച്ച് യാൻ അങ്കിളിന്റെ കയ്യിൽ നിന്ന് ഏതോ ഒരു എഗ്രിമെന്റ് പേപ്പർ വാങ്ങി അതിൽ സൈൻ ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ സിയക്ക് പേടിയായിട്ട് വേണ്ട, അതിൽ സൈൻ ചെയ്യണ്ടെന്നും പറഞ്ഞ് ഓടി വന്ന് ആ ഒരു എഗ്രിമെന്റ് പേപ്പർ തുറന്നു നോക്കും. പക്ഷെ ഇവൾ ഉദ്ദേശിച്ച ഒന്നും തന്നെ അതിലില്ല. ഇത് കാണുമ്പോൾ അങ്കിളിനും നിനക്ക് എന്താ പ്രോബ്ലം, ഞാൻ ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്താ നിനക്ക് എന്താ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്കിളിനൊരു മറുപടി കൊടുക്കാനായിട്ട് സിയക്കും പറ്റുന്നില്ല. ആകെ ഒന്ന് പേടിച്ചൊക്കെ നിൽക്കും. ഇവളുടെ ഫേസ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അങ്കിളിന് മനസ്സിലാകും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് അങ്കിളിന്റെ അടുത്ത് സിയ നടന്ന കാര്യങ്ങൾ, ആരംഭം മുതലുള്ള എല്ലാ കാര്യങ്ങളും അങ്കിളിന്റെ അടുത്ത് തുറന്നു പറയുവാണ്. ഇത് കേൾക്കുമ്പോൾ അങ്കിളിനും ഒരുപാട് ടെൻഷൻ ആകും. നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയൊന്നും അല്ല. ആരെന്ന് പോലും അറിയാത്ത ഒരു പയ്യനെയും വിളിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ പോയി നിങ്ങൾ രണ്ടുപേരും കൂടി താമസിക്കുന്നു. എന്താ ഇതൊക്കെ കുട്ടിക്കളിയായിട്ടാണോ നീ കാണുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. സോറി അങ്കിൾ, ആരംഭത്തിൽ ഞങ്ങളൊരു കോൺട്രാക്ട് റിലേഷൻഷിപ്പിലാണ് ഉണ്ടായിരുന്നതെങ്കിലും പോകെ പോകെ പരസ്പരം മനസ്സിലാക്കി ലവ് ചെയ്യാൻ തുടങ്ങി. ഇപ്പതേ ഞങ്ങളുടെ മാരേജും കഴിഞ്ഞു. അങ്കിൾ, നിങ്ങൾ എന്തായാലും എന്നെ വിശ്വസിക്കണം, ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. ആ ഓക്കെ, എന്തായാലും നിന്റെ ലൈഫ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. പക്ഷെ അതും പറഞ്ഞ് നിന്റെ കരിയർ നീ തുലച്ചു കളയരുത്. ഇപ്പൊ തന്നെ മിസ്റ്റർ ജെയ്സനെ നീ പോയി മീറ്റ് ചെയ്യാണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്ന് ഇങ്ങനെ ചോദിക്കും. അതായത് ഫാക്ടറി എന്നുള്ള കമ്പനിയുടെ
സിയോനെ കാണാണ്ട് എന്തിനാണ് വന്നതെന്നാണ് അങ്കിൾ ചോദിക്കുന്നത്. അപ്പൊ തന്നെ സിയ, സോറി അങ്കിൾ, എന്തായാലും ഇപ്പൊ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, എനിക്കൊരു 3 ദിവസം അങ്കിള് ടൈം തരണം, അതിനുള്ളിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എല്ലാം തിരുത്തി മിസ്റ്റർ ജെയ്സനെ മീറ്റ് ചെയ്ത് ഞാൻ എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിച്ചോളാന്ന് പറയും. അതേ ടൈം സിയാൻ നേരെ യാനിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. എത്രയും പെട്ടെന്ന് നീ സിയയുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോണോന്നറിയും. പക്ഷെ നമ്മുടെ ഹീറോ അതിന് സമ്മതിക്കോ? എന്ത് കഷ്ടം വന്നാലും എന്ത് നഷ്ടം വന്നാലും ഞാൻ സിയയുടെ കൂടെ ഉണ്ടാകും, ലൈഫ് ലോങ് അവളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സിയാനും ഒരുപാട് ദേഷ്യം കയറും. എത്ര നാള് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുമെന്ന് നമുക്ക് കാണാം. അധികം വൈകാതെ തന്നെ സിയ അവളുടെ ലൈഫിൽ നിന്ന് നിന്നെ തുരത്തി ഓടിക്കും. അത് ഞാൻ കൺകുളിർക്കെ കാണും. എന്തായാലും അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണെന്ന് പറയും. പക്ഷെ ഇതൊന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അങ്ങനെ സിയ വരുമ്പോ ഞാൻ സിയയുടെ കൂടെ പോകും. ആ ടൈമിന് സിയയും ഞാൻ മിസ്റ്റർ ജെയ്സനെ കാണാനായിട്ട് ഫാക്ടറി എന്നുള്ളൊരു ബിസിനസ് ഗ്രൂപ്പിലേക്ക് പോയിരുന്നു. അവിടെ ചെന്നിട്ട് ഒരുപാട് തവണ ഞാൻ നിന്നെ കോൾ ചെയ്തു. നീ കോൾ എടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ പേടിച്ച് പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കും. ആക്ച്വലി ഫാക്ടറി കമ്പനിയുടെ സിഇഒ മിസ്റ്റർ ജെയ്സൺ നമ്മുടെ ഹീറോയാണ്. അത് ഹീറോയിന് അറിയില്ലല്ലോ. പുള്ളിക്കാരനാണെങ്കിൽ എങ്ങനെ ഇത് തുറന്നു പറയുമെന്നുള്ള രീതിയിൽ ഒരു റിയാക്ഷൻ കിട്ടി നിൽക്കും. അപ്പൊ തന്നെ സിയ, അല്ല നീ ഫാക്ടറി കമ്പനിയിലെ മോഡലല്ലേ, അപ്പൊ നിനക്ക് മിക്കവാറും മിസ്റ്റർ ജെയ്സനെ അറിയാമായിരിക്കുമല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, ഞാൻ മിസ്റ്റർ ജെയ്സനുമായിട്ട് അത്രക്ക് ക്ലോസ് ഒന്നും അല്ല എന്നും പറഞ്ഞ് വേറൊന്നും പറയാണ്ട് നൈസായിട്ട് നമ്മുടെ ഞാൻ അവിടെ നിന്ന് സ്കൂട്ടാകും. എന്തായാലും പ്രൊഫഷണൽ ലൈഫിലോ സക്സസ് ആയില്ല, ഇനി പേഴ്സണൽ ലൈഫിലെങ്കിലും എങ്ങനെയെങ്കിലും സക്സസ് ആവണമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ സിയ വീട്ടിലേക്ക് ചെന്നിരുന്ന് പിയേക്ക് മെസ്സേജ് അയക്കും. എങ്ങനെയാണ് ഈ ബോയ്സിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്, എങ്ങനെയാ അവരെ നമ്മൾ കവർ ചെയ്ത് പിടിക്കുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ പിയെയും 3 ഇൻസ്ട്രക്ഷൻ നമ്മുടെ ഹീറോയിനായിട്ട് അയച്ചു കൊടുക്കും. അതിൽ ഫസ്റ്റ് വൺ, നിങ്ങൾ ഏറ്റവും രുചിയുള്ള ഭക്ഷണം നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഒരു സൂപ്പ് ഉണ്ടാക്കി യാനിന്റെ മുൻപിൽ വെക്കും. അങ്ങനെ യാനും അത് കുടിച്ചു കഴിയുമ്പോ തന്നെ സിയക്കാണെങ്കിൽ എക്സൈറ്റ്മെന്റ് താങ്ങാനേ പറ്റുന്നില്ല. എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, സൂപ്പർ ആണോ എന്നൊക്കെ ഇങ്ങനെ പുറകെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ യാനും, എന്തായാലും നീ തന്നെ കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോന്നും പറഞ്ഞ് കുറച്ച് സൂപ്പ് എടുത്ത് കൊടുക്കും. അത് കുടിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ സിയക്ക് കാര്യം പിടികിട്ടുന്നത്. ഒരു തരത്തിലും ആ സൂപ്പ് കുടിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ തന്നെ അത് വോമിറ്റ് ചെയ്ത് കളയും. എന്തായാലും കുക്കിംഗ് പരിപാടി എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി. ഇനി എന്തായാലും രണ്ടാമത്തെ ടിപ്പ് പരീക്ഷിച്ച് നോക്കാന്നും പറഞ്ഞ് അതൊന്നും ആലോചിക്കും. വീട്ടിലുള്ള കാര്യങ്ങള് ഹസ്ബൻഡും വൈഫും കൂടി എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കണം എന്നുള്ളതാണ്. അങ്ങനെ തന്നെ സിയ നമ്മുടെ യാനിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി വാഷ് ചെയ്ത് ഉണക്കി അതൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെക്കും. ഇത് കാണുമ്പോൾ യാനും ഒന്ന് ഇംപ്രസ് ആവുന്നൊക്കെയുണ്ട്. എന്തായാലും രണ്ടാമത്തെ ടിപ്പ് സക്സസ് ആയി. ഇനി മൂന്നാമത്തെ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹോട്ട് ആയിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ്സും ഇട്ട് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് നിൽക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ടിപ്പ്. അപ്പോഴാണ് പുള്ളിക്കാരി ഒന്ന് ആലോചിക്കുന്നത്, ഹീറോന്റെ ഡ്രസ്സൊക്കെ ഒരുപാട് വാഷ് ചെയ്ത് മടക്കിയൊക്കെ വെച്ചല്ലോ, അതിന്റെ കൂടെ തന്നെ പുള്ളിക്കാരിയുടെ ഹോട്ട് ആയിട്ടുള്ള നൈറ്റ് ഡ്രസ്സ് മടക്കി യാനിന്റെ വാർഡ്രോബിൽ വെച്ച കാര്യം എങ്ങനെയെങ്കിലും ഞാൻ അറിയാണ്ട് അത് എടുക്കണോന്ന് പറഞ്ഞിട്ട് നൈറ്റ് പമ്മി യാനിന്റെ റൂമിലേക്ക് ചെല്ലും. അങ്ങനെ വാർഡ്രോബ് തുറക്കുമ്പോ തന്നെ നമ്മുടെ യാൻ എഴുന്നേക്കും. ഹലോ, എന്തിനാണ് നീ ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ സിയ ആണെങ്കിൽ ചമ്മി നാറി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. അപ്പൊ തന്നെ യാനും എഴുന്നേറ്റ്, നീ ഇപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് ഈ നൈറ്റ് ഡ്രസ്സ് എടുക്കാനല്ലേ, എന്തായാലും നീ തന്നെ കയ്യിൽ വെച്ചോന്ന് ഇങ്ങനെ പറയും. അതെ, ഞാൻ ഈ നൈറ്റ് ഡ്രസ്സ് എടുക്കാനായിട്ട് തന്നെ വന്നതാണ്, ഇനിയിപ്പോ ഇതുകൊണ്ട് ഒരു യൂസും ഇല്ലാന്നും പറഞ്ഞ് സിയ യാനിന്റെ കയ്യിൽ നിന്ന് ആ നൈറ്റ് ഡ്രസ്സ് തട്ടിപ്പറിച്ച് വാങ്ങി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ആ ടൈമിന് സിയയുടെ പിയെ കോൾ ചെയ്യും. മിസ്റ്റർ ജെയ്സൺ നാളെ എന്തായാലും അവരുടെ കമ്പനിയിലേക്ക് ചെല്ലും, അവിടെ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതെന്തായാലും അറ്റൻഡ് ചെയ്യാണ്ടിരിക്കില്ല. ആ ടൈമിന് മാം നേരെ ചെന്ന് മിസ്റ്റർ ജെയ്സനെ മീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മുടെ പ്രോജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കുന്ന പറയും. എന്തായാലും ഈ ഒരു ചാൻസിന് വേണ്ടിയല്ലേ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്, മിസ്സാക്കില്ല എന്നും പറഞ്ഞ് സിയ അങ്ങനെ തന്നെ പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഞാൻ ഓഫീസിലിരിക്കുമ്പോ സെക്രട്ടറി വന്ന് കുറെ നേരമായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന് പറയും. ആരാണെന്ന് അറിയാനായിട്ട് യാനും പിയെയും അതേപോലെ സെക്രട്ടറിയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരും. പുറത്താണെങ്കിലോ നമ്മുടെ സിയയാണ് യാനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ ഞാനൊന്ന് ഷോക്കാകും. പക്ഷേ സിയ ഇവനെ മൈൻഡ് ചെയ്യാണ്ട് അടുത്ത് നിൽക്കുന്ന പിയെയാണ് മിസ്റ്റർ ജെയ്സൺ എന്ന് വിചാരിച്ച്, ഹായ് മിസ്റ്റർ ജെയ്സൺ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അതുമല്ലാണ്ട് ഞാൻ യൂണിബാൻഡിന്റെ ചെയർമാൻ കൂടിയാണ്, ഒരു പ്രോജക്റ്റിന്റെ വിഷയം നിങ്ങളെ കണ്ട് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നേന്ന് പറഞ്ഞ് കയ്യിൽ
ആയിട്ട് നിൽക്കും. പിയേക്കാണെങ്കിലോ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ള രീതിയിൽ ഞാനിനെ പയ്യെ തിരിഞ്ഞു നോക്കും. ഞാനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഹാൻഡിൽ ചെയ്യുമെന്നും പറഞ്ഞ് കണ്ണൊക്കെ കൊണ്ട് കാണിക്കും. പിയേക്കും ഇത് കാണുമ്പോ തന്നെ കാര്യം പിടികിട്ടും. എന്നാലും പുള്ളിക്കാരൻ തപ്പിത്തടഞ്ഞ് ഞാനാണ് മിസ്റ്റർ ജെയ്സൺ, നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും പറഞ്ഞിട്ട് ഹാൻഡ് ഷേക്ക് ഒക്കെ കൊടുക്കും. അതിനിടയിൽ നമ്മുടെ യാനാണെങ്കിലോ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, നല്ല പെൺകുട്ടിയാണെന്നും പറഞ്ഞിട്ട് ഹീറോയിനെ നല്ല രീതിക്ക് പൊക്കി അടിക്കുന്നൊക്കെയുണ്ട്. മിസ്റ്റർ ജെയ്സൺ, ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. എന്റെ കയ്യിലൊരു സൂപ്പർ പ്രോജക്റ്റ് ഉണ്ട്, അതിനെപ്പറ്റി എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കണം. നമ്മളിങ്ങനെ ബിസിനസിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മോഡല് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇതെല്ലാം കേൾക്കുന്നതില് നിങ്ങൾക്ക് വല്ല പ്രോബ്ലവും ഉണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. പുള്ളിയാണെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല മിസ്റ്റർ ഹോസിംഗ്യാൻ, എന്റെ റൈറ്റ് ഹാൻഡ് ആണ്. ഞാൻ എന്ത് ഡിസൈഡ് ചെയ്യണമെങ്കിലും പുള്ളിയുടെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. എന്തായാലും ഹോസിംഗ്യാൻ, താങ്കൾ പോയിട്ട് എനിക്കും സിയക്കും കുടിക്കാനായിട്ട് 2 കോഫി എടുത്തു കൊണ്ടുപോകാന്നും പറഞ്ഞു വിടും. എടാ, കിട്ടിയ അവസരം നീ പാഴാക്കില്ലല്ലേ എന്നും പറഞ്ഞിട്ട് വേറെ നിവൃത്തിയില്ലാണ്ട് ഞാൻ പോയിട്ട് പിയേക്കും ജിയക്കുമുള്ള കോഫിയൊക്കെ എടുത്തു കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ സിയ അവളുടെ പ്രോജക്റ്റിനെ കുറിച്ച് പിയുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഇതെല്ലാം മാറി നിന്ന് നമ്മുടെ യാനും കേൾക്കുന്നുണ്ട്. അതിനുള്ള ഒരു മറുപടി എങ്ങനെ പറയണമെന്ന് ആക്ഷനിലൂടെ പിയേക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ 3 പേരും കൂടി സംസാരിച്ച് സിയയുടെ പ്രോജക്റ്റ് ഓക്കെ അടിക്കും. അങ്ങനെ ഇത് കേട്ട് സിയയും ഭയങ്കര ഹാപ്പി ആയിട്ട് എന്റെ പ്രോജക്റ്റ് ഓക്കെ പറഞ്ഞതില് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് 3 പേരും കൂടി പുറത്തേക്ക് നടന്നു വരും. അപ്പൊ തന്നെ പിയെ, ഹോസിംഗ്യാൻ, നീ എന്തായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? മാഡത്തിന് ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നറിയും. കിട്ടിയ ചാൻസ് ഒക്കെ ഇവൻ മുതലാക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനും വേറെ നിവൃത്തിയില്ലാണ്ട് ലിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവരടുത്ത് ബായൊക്കെ പറഞ്ഞ് നമ്മുടെ സിയ അവിടെ നിന്ന് പോകും. അപ്പൊ തന്നെ പിയെ, സാർ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? ഞാൻ എന്തായാലും ഈ സിറ്റുവേഷൻ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തില്ലേ? ഇതിന് നിങ്ങൾ എന്തായാലും എനിക്ക് ഇൻക്രിമെന്റ് തരണമെന്നറിയും. നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിടാണ്ടിരിക്കുന്നതാണ് നിനക്ക് ഞാൻ തരുന്ന ഇൻക്രിമെന്റ്. കിട്ടിയ ടൈമിനൊക്കെ നീ നിന്റെ ചാൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, എന്നെ വെച്ച് നീ പണിയെടുപ്പിക്കുന്നു എന്ന് ഇങ്ങനെ ചോദിക്കും. സാർ എന്താ പറയുന്നത്? ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ ആവശ്യമായിരുന്നു. എന്തായാലും ഓക്കെ, നിങ്ങൾ മാഡത്തിന് മാരേജ് ചെയ്തില്ലേ, ഇനിയെങ്കിലും ഈ കമ്പനിയുടെ ഓണറാണ് താങ്കളെന്ന് മാഡത്തിന്റെ അടുത്ത് തുറന്നു പറഞ്ഞൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ പെട്ടെന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തായാലും അതിനുവേണ്ടി ഒരവസരം വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുവാണെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് സിയാനെ കാണിക്കാണ്. മിസ്റ്റർ ജെയ്സൺ സിയയുടെ പുതിയ പ്രോജക്റ്റിന് ഓക്കെ അടിച്ചു, എഗ്രിമെന്റിൽ സൈൻ ചെയ്തു എന്നറിയുമ്പോ പുള്ളിക്കാരന് ഭയങ്കര ടെൻഷനാകും. ആക്ച്വലി പുള്ളിക്കാരന്റെ മനസ്സിൽ സിയക്ക് ഒരു വഴിയും ഇല്ലാണ്ടാകുമ്പോ തന്റെ അടുത്ത് വന്ന് ഹെൽപ്പ് ചോദിക്കും. ആ ചാൻസ് യൂസ് ചെയ്ത് സിയേനെയും യാനിനെയും പിരിച്ച് സിയേന പുള്ളിക്കാരന് മാരേജ് ചെയ്യണം. അങ്ങനെ മാരേജ് ചെയ്യുമ്പോൾ സിയയുടെ ഫാദറിന്റെ സ്വത്തും കമ്പനീസിലും പ്രോപ്പർട്ടീസിലും കുറച്ച് ഷെയർ ഇയാൾക്ക് കിട്ടും. അതായിരുന്നു പുള്ളിയുടെ ഐഡിയ. പക്ഷെ ഇപ്പോ സിയക്ക് ആ ഒരു വലിയ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിനെ ഇനി എങ്ങനെ ഡിഫെൻസ് ചെയ്യാമെന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതേ ടൈം സിയ പിയേനെ വിളിച്ച് അടുത്തിരുത്തും. ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് പഴയ പോലെ ഒന്നും സംസാരിക്കുന്നില്ല, എന്തോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയും. അപ്പൊ തന്നെ പിയെ, മാം, ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് തിരിച്ചു വന്നിട്ടുണ്ടാകാം. ഇങ്ങനെ ഒരു അവസരങ്ങൾ വരുമ്പോഴാണ് വൈഫിൽ നിന്ന് ഹസ്ബൻഡ്സ് ഒരകലം പാലിക്കുന്നതെന്ന് പറയും. അപ്പൊ തന്നെ സിയ, അല്ല നീയല്ലേ യാനിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തത്? ആ ടൈമിന് യാനിന് ഇങ്ങനെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അന്വേഷിച്ചായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ പിയെയും, ഞാൻ അന്വേഷിച്ചു. ആ ടൈമിന് ഒരു പെൺകുട്ടിയുമായിട്ട് ഞാൻ നിൽക്കുന്ന ഒരു പിക്കും കിട്ടി. പക്ഷെ ആ ഒരു പിക്കിൽ ആ പെൺകുട്ടിയുടെ ഫേസ് അത്രക്ക് ക്ലിയർ ഒന്നും അല്ല. ചിലപ്പോ ഈ പെൺകുട്ടിയായിരിക്കും ഞാൻ എന്റെ എക്സ് എന്ന് ഇങ്ങനെ പറയും. എന്തായാലും നീ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ട് പിയെനെ പറഞ്ഞയക്കും. എന്നാലും നമ്മുടെ ഹീറോയിന് യാനിനെ എങ്ങനെയെങ്കിലും സെഡ്യൂസ് ചെയ്യണം. പുള്ളിക്കാരനായിട്ട് കുളിച്ചിട്ട് നേരെ യാനിന്റെ റൂമിലേക്ക് ചെല്ലും. എനിക്ക് നിന്റെ ഹെയർ ഡ്രയർ വേണമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലും. യാനാണെങ്കിലോ നൈറ്റ് ഡ്രസ് ഇട്ട് നിൽക്കുവാണ്. യാനിന്റെ 6 പാക്ക് ഒക്കെ കാണുമ്പോ സിയക്ക് ഭയങ്കരമായിട്ട് ടെംപ്റ്റ് ആവാനായിട്ട് തുടങ്ങും. അയ്യോ, ഇവൻ 6 പാക്ക് ഒക്കെ വെച്ച് ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ കണ്ട് ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കും? അല്ല, ഞാൻ എന്തിനാ കൺട്രോൾ ചെയ്യുന്നത്? ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതല്ലേ, അപ്പൊ പിന്നെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങനെ ഒരു രീതിയിൽ യാനിനെ അപ്രോച്ച് ചെയ്യും. പക്ഷെ യാനിനാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. പുള്ളിക്കാരൻ നോർമലായിട്ട് സംസാരിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇത് കാണുമ്പോൾ സിയൊക്കെ ഭ്രാന്ത് കയറും. എന്താണിത്? ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തപ്പോ ഗേൾസ് അല്ല പ്രപ്പോസ് ചെയ്യേണ്ടത്, ബോയ്സ് ഗേൾസിന്റെ അടുത്താണ്
എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസ് ഒക്കെ എടുത്ത് തന്നവനാണ്. എന്നിട്ട് അവനിപ്പോ എന്റെ ഫീലിങ്സ് ഒന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് അവനിട്ട് ഒരു പ്രാഗൊക്കെ കൊടുത്ത് പുള്ളിക്കാരി പോവാനായിട്ട് നിൽക്കും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ ആ ഹെയർ ഡ്രയറുമായിട്ട് വരും. ഹെയർ ഡ്രയർ വേണ്ടി ഞാൻ തന്നെ നിന്റെ മുടി ഉണക്കിത്തരാന്നും പറഞ്ഞ് സിയന മിററിന്റെ ഫ്രണ്ടിലേക്ക് പിടിച്ചെടുത്ത് അവളുടെ ഹെയർ ഒക്കെ ഡ്രൈ ചെയ്ത് കൊടുക്കും. അതിനിടയ്ക്ക് സിയയുടെ പുറത്തുള്ള ഒരു പാടും കൂടി കാണും. ഇത് കാണുമ്പോൾ ഞാനിന് വല്ലാത്തൊരു സങ്കടമൊക്കെ വരും. ആക്സിഡന്റ് സംഭവിച്ചപ്പോ നിനക്ക് ഒരുപാട് പെയിൻ എടുത്തോന്ന് നിന്നെ ചോദിക്കും. പക്ഷേ സിയക്ക് അതൊന്നും ഓർമ്മയില്ലല്ലോ. എനിക്കതൊന്നും ഓർമ്മയില്ല, എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഞാനും ഒരുപാട് സങ്കടപ്പെട്ട് സിയയുടെ ആ പാടില് ഒരു കിസ്സൊക്കെ കൊടുക്കും. അങ്ങനെ അവര് റൊമാൻസിലേക്ക് കടക്കുവാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ടൈം എൻജോയ് ചെയ്യും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.